ഞങ്ങളിതേ പുലിനെ തിരക്കി നടക്കുവാണ്. ഇവിടെ പുലിനെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇവിടെ പുലിയെ കാണുന്നില്ല. പുലി 3 മണിക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇനി പുലിയെ തെപ്പി നമ്മൾ റൗണ്ട് മുഴുവൻ കറങ്ങി നടക്കും. ഞാൻ കുടിച്ച നടന്നേണ്ടിന്നല്ല, ഇത് വേറെ ഏതോ നടന്നേണ്ടിയാണ്. സോറി ഗൈസ്, സോറി. നമ്മൾ ലാസ്റ്റ് പുലിനെ കണ്ടുപിടിച്ചു. സന്തോഷ്. ചേട്ടൻ എത്ര വർഷം ഇവിടെ? ഞാൻ 32 തൃശ്ശൂർ റൗണ്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പുലിയെ പോയി കണ്ടിട്ട് വരാം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളതെന്ന് പറയുക തൃശ്ശൂർ റൗണ്ടിൽ നമ്മളിവിടെ വന്നൊരു പുലികളി കാണാൻ വേണ്ടിയാ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പുലികളി കണ്ടത്. നിങ്ങൾ ഇതിനു മുമ്പേ പുലികളി കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. അപ്പം ഇവിടുത്തെ എന്താ പരിപാടിയൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ നേരെ പോയി പുലികളി കണ്ടിട്ട് അവിടുത്തെ ഒരു കിടിലം വ്ലോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാം. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. നമുക്ക് അവിടെ ചെന്നിട്ട് എന്താ പരിപാടിയെന്ന് നോക്കിയിട്ട് വരാം. എന്തൊരു ചൂടാ, എടുക്കാൻ പറ്റത്തില്ല കേട്ടാ. ഇവർ സമ്മതിച്ചു കൊടുക്കണം. കാര്യം ഞാനൊരു 5 മിനിറ്റ് എങ്ങാണ്ട് ഈ മാസ്ക് വെച്ചിട്ടുള്ളൂ. ആ 5 മിനിറ്റ് മാസ്ക് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തു. അപ്പോൾ ഇവർ ആ പെയിൻറ്റ് അടിച്ചിട്ട് ഈ വെയിലത്ത് വരുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് എന്താ പരിപാടി നോക്കിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങളിതേ പുലിനെ തിരക്കി നടക്കുവാണ്. ഇവിടെ പുലിനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ പുലി ആശിക്ക് നമ്മളെല്ലാം പുലിനെ തിരക്കി നടക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ ഏരിയയിലാണ് പുലിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ പുലിയെ കിട്ടിയില്ല. പക്ഷേ പുലിയായിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ നാട്ടിലേക്ക്. പുള്ളിക്ക് നമ്മൾ അവർക്ക് എന്തായാലും ഇത് കിട്ടണം. അതുകൊണ്ട് അവിടെ എന്തായാലും വണ്ടിയിലായിരിക്കത്തില്ല. എടാ പുലിയെ കിട്ടുമോ? അതായത് പുലിയെ കാണാൻ പറ്റുമോ? അവർ ഒരുങ്ങുന്നത് കാണാൻ പറ്റുമോ? വളരെ ചാൻസ് കുറവാണ്. പുലിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം നമ്മൾ കുറേ പരിപാടീസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, പുലികളി അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം പുലികളി എന്താ പരിപാടീസ് എന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ നാട്ടിൽ പുലികളി കളിക്കും, പക്ഷേ അത് ജസ്റ്റ് ഇവിടെയുള്ള ആൾക്കാർ അവിടെ വന്ന് കളിക്കുക. അപ്പോൾ അതിൻ്റെ എന്താ പരിപാടി എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ഇന്നിവിടെ വന്നിട്ട് എന്താ പരിപാടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ പുലിയെ കാണുന്നില്ല. പുലി 3 മണിക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. ഇനി പുലിയെ തെപ്പി നമ്മൾ റൗണ്ട് മുഴുവൻ കറങ്ങി നടക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പുലിയെ കണ്ടിട്ടേ നമ്മൾ തൃശ്ശൂർ വിടൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ അണ്ണന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു അണ്ണൻ പറഞ്ഞു മേൽപ്പാടത്ത് പോകണമെന്ന്, ഒരെണ്ണം ഇവിടെ വിയ്യപുരത്ത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടല്ലേ, നമ്മൾ തിരിച്ച് ആലപ്പുഴ തന്നെയാണ് വന്നത്. ഒരു ഡൗട്ട്, ഇവർ പറഞ്ഞ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു മോനെ മേൽപ്പാടോ ഏതോ ഒരു സ്ഥലം, വേറെ പറഞ്ഞു വിയൂരോ അവിടെ എന്തോ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഐഡിയ കിട്ടുന്നില്ല എവിടെ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഇപ്പം ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പുറത്ത് മീഡിയക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പരിപാടിയായിട്ട് ഇവിടെ തന്നെ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാവുന്നേ ഉള്ളൂ. മേക്കപ്പ് ഈ പ്രാവശ്യം കിട്ടത്തില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യാം. പുലി തപ്പി നമ്മൾ ക്ഷീണിച്ച്. അപ്പം ഇനി നടന്നേണ്ടി കുടിച്ച് നമ്മുടെ എനർജി സ്ട്രോങ് ആയിട്ട് പിന്നെയും പുലിനെ തപ്പി ഇറങ്ങുക. വേണ്ടി കുടിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ? നീ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. 2022 പൂരങ്ങളോ ഒന്നും കുടിച്ചിട്ടുണ്ടോ? സെറ്റ് സാധനം കിട്ടും. ഞാൻ കുടിച്ച നടന്നേണ്ടിന്നല്ല, ഇത് വേറെ ഏതോ നടന്നേണ്ടിയാണ്. സോറി ഗൈസ്, സോറി. നമ്മൾ ലാസ്റ്റ് പുലിനെ കണ്ടുപിടിച്ചു. നമ്മൾ പുലിനെ കണ്ടിട്ട് വരാം. എടാ എങ്ങനെയുണ്ടാ ഇവിടുത്തെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ കൊള്ളാം കേട്ടോ. നിങ്ങളൊരു മലയാളിയാണെങ്കിൽ ഒരു തവണയെങ്കിലും പുലികളി, പൂരം, വള്ളംകളി ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഇതെൻ്റെ ഒരു ഉപദേശം. നിങ്ങൾ എന്തൊക്കെ വന്നാലും ഇതൊക്കെ അറ്റൻഡ് ചെയ്താൽ എന്താ നമ്മുടെ നാടിൻ്റെ കൾച്ചർ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഒറ്റത്തവണ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെന്ന് പറയാമോ? സന്തോഷ്. ചേട്ടൻ എത്ര വർഷം ഇവിടെ? ഞാൻ 32 കൊല്ലം. നമ്മളെക്കാളും ഒരു 6-7 വയസ്സിന് കൂടുതലല്ലേ. ചേട്ടൻ്റെ സ്ഥലം തൃശ്ശൂർ ഇതന്നെ. ഞാൻ പഠിച്ചു വളർന്ന സ്കൂളാണ്. ഞാൻ 8ൽ പഠിക്കുമ്പോൾ തൊട്ട് ഇവിടുന്ന് വേഷം തുടങ്ങിയതാണ്. അവിടെ ചാടി ഇറങ്ങണ്ടായിരുന്നു. ഇതുപോലെ ഒഴുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ 2 തെങ്ങുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ആർട്ട് ഗാലറി ആയിരുന്നു. ഇത് ഞങ്ങളുടെ 10ാം ക്ലാസ് ആയിരുന്നു. 10ാം ക്ലാസ് കിട്ടി. അപ്പോൾ ചേട്ടാ താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പൊളിക്കും. ഓക്കെ, തകർക്കും.
തൃശ്ശൂർ റൗണ്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പുലിയെ പോയി കണ്ടിട്ട് വരാം. പരിപാടി കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിനും കൂടാ നിങ്ങൾ എന്തൊക്കെ വന്നാലും അടുത്ത വർഷം നിങ്ങൾ പുലികളി കാണാൻ വേണ്ടി തൃശ്ശൂർ റൗണ്ടിൽ തന്നെ എടുക്കണം. വേറെ വൈബാണ്, നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണല്ലോ. സോ നിങ്ങൾ എന്തായാലും എങ്ങനെയുണ്ടോ പരിപാടി? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മിസ്സായി പോയാലേ. അശിക്കേ പരിപാടി എങ്ങനെയുണ്ട്? സൂപ്പർ. പരിപാടി നൈസ് ബ്രോ. നമ്മൾ തുടങ്ങിയുള്ളൂ. അപ്പൊ ഇനി നൈറ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പരിപാടി ആവും, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ. അപ്പൊ ഇനി ബാക്കി നമുക്ക് എന്താണെന്ന് ഒന്നും കൂടെ. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. സോ മെനി പീപ്പിൾസ്. കുറവാണ് റൗണ്ടിലോട്ട് ആൾക്കാർ, ഫുള്ള് റൗണ്ടിലാണ്. ഇപ്പോൾ എത്ര മണി? ഒരു 5 മണിയായിരിക്കും. ഒരു 7-8 മണിയാകുമ്പോൾ ഇവിടെ നല്ല പരിപാടി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫെസ്റ്റിവൽ ഓൾമോസ്റ്റ് ഓണം പ്രമാണിച്ച് അത്തച്ചമയത്ത് തുടങ്ങി 28 ഓണം വരെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന ഓണം ഫെസ്റ്റിവൽ പരിപാടി. അപ്പം ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ആറന്മുള വള്ളംകളി, ഇനി അടുത്ത അതിന് ശേഷം പിന്നെന്താ 28 ഓണം. അപ്പം അതിന് 28 ഓണം. അപ്പം ഇവിടുത്തെ പരിപാടി എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്രൗഡാണ്. നമ്മുടെ നെഹ്റു ട്രോഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്രൗഡുള്ള ഇവിടെ പരിപാടി. അപ്പം നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ തൃശ്ശൂർ വന്നിട്ട് പുലികളി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നൈസാണ്, ഭയങ്കര വെർത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ തൃശ്ശൂരിലെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് ആലപ്പുഴയ്ക്ക്. അപ്പം മറ്റൊരു വൈബ് വീഡിയോ ആയിട്ടുണ്ട്. കാരണം ഇസ്മി വിച്ചൂടി നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ പുലികളി നൈസായിരുന്നു. അപ്പം മറ്റൊരു വൈബ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇസ്മി വിച്ചൂടി നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.